ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ പാഠമായ ആന ഡോക്ടർ എന്ന കഥയാണ് എടുക്കുന്നത്. ഒരു ചെറിയ കഥയാണ്. ആൻ ഡോക്ടർ എന്ന നോവൽ എഴുതിയത് മലയാളിയായ തമിഴ് എഴുത്തുകാരൻ ജയമോഹൻ ആണ്. ഈ കഥയിലെ ആന ഡോക്ടർ എന്ന് പറയുന്നത് വി കൃഷ്ണമൂർത്തിയാണ്. ആനകളോട് വളരെ സ്നേഹം കാണിച്ച ഒരു വ്യക്തിയാണ് മുഖ്യ കഥാപാത്രമായ വി കൃഷ്ണമൂർത്തി. ഇദ്ദേഹത്തെ ഡോക്ടർ കെ എന്നും വിളിക്കാറുണ്ട്. ആനയ്ക്ക് പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെന്ന് ചികിത്സിക്കുന്ന ഒരു വലിയ മനസ്സുള്ള വ്യക്തിയാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത്. ഒരു ദിവസം ആനയ്ക്ക് കുപ്പിച്ചില്ല് തറച്ചിട്ട് ഭയങ്കര ദുഃഖിതാവസ്ഥയിലായ ഒരു പിടിയാനയെ ഇദ്ദേഹം രക്ഷപ്പെടുത്തിയിരുന്നു. നമ്മുടെ കഥ തുടങ്ങുന്നത് ഈ പിടിയാനയുടെ കുട്ടിയുടെ കാലിൽ അമ്മയുടെ പോലെ കുപ്പിച്ചില്ല് തറച്ചപ്പോൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഡോക്ടറുടെ അടുത്ത് വരികയുണ്ടായി. ഇവിടെ നിന്നാണ് പാഠഭാഗം തുടങ്ങുന്നത്. ഒരു രാത്രിയിൽ ഡോക്ടർ കെ അദ്ദേഹത്തിൻ്റെ സഹായിയായ ജയമോഹനും ഉറങ്ങുകയായിരുന്നു. ജയമോഹൻ എന്ന് പറയുന്ന സഹായിയാണ് ഈ നോവൽ ലേഖനം എഴുതിയത്. അപ്പോൾ ഡോക്ടർ കെയുടെ റൂമിൽ വെളിച്ചം കണ്ട് ജയമോഹൻ എഴുന്നേറ്റു. ഡോക്ടർ കെ ആനയുടെ ശബ്ദം കേൾക്കുകയും അത് സാധാരണ ഇവിടെയുള്ള ആനയല്ല എന്നും ഡോക്ടർ കെന് മനസ്സിലായി. എന്നിട്ട് ഡോക്ടർ കെ ജയമോഹനും പുറത്തു പോയി നോക്കി. പുറത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ സഹായിക്ക് വളരെ ഇരുണ്ട വെളിച്ചം അല്ലാതെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ 2 വയസ്സുള്ള തോന്നിക്കുന്ന ഒരു ആനയെ കണ്ടു. എന്നിട്ട് അവർ പോയി നോക്കിയപ്പോൾ ആനക്കുട്ടിയുടെ കാലിൽ ഒരു മുറിവുണ്ട്. അതിൻ്റെ വേദനയിൽ വന്നതായിരുന്നു ആന. ഡോക്ടർ ചിരിച്ചുകൊണ്ട് ആ ആനക്കുട്ടിയോട് സംസാരിച്ചിട്ട് അതിൻ്റെ കാലിൽ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ആനക്കുട്ടി ആ തുമ്പിക്കൈ കൊണ്ട് ഡോക്ടറിനെ തൊടാൻ നോക്കുകയായിരുന്നു. അതിൻ്റെ വേദന ഡോക്ടറിനെ അറിയിക്കുകയായിരുന്നു. പിന്നെ ഡോക്ടർ സഹായിയോട് മരുന്നുപെട്ടി കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് ആദ്യം തന്നെ കുട്ടി ആന ആണെങ്കിലും അപകടമുള്ള കാര്യമായോണ്ട് മയക്കാനുള്ള മരുന്നാണ് ആദ്യം കൊടുത്തത്. കുറേ സമയം എടുത്താണ് മരുന്ന് കയറിയത്. എന്നിട്ട് ക്ഷീണിച്ച് താഴെ കിടന്നു. എന്നിട്ട് മയങ്ങിക്കിടക്കുന്ന കുട്ടിയാനയുടെ തല ചൂടാവാതെ നിൽക്കാൻ കാതിൽ വെള്ളം ഒഴിക്കാൻ ജയമോഹനോട് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ വളരെ സമയം എടുത്തു നോക്കി കാലിലെ കുപ്പിച്ചില്ല് മാറ്റി. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ആനക്കുട്ടിക്ക് ഭാഗ്യമുണ്ടെന്ന്. കാരണം ആ ചില്ല് പൊട്ടിയിട്ടില്ലായിരുന്നു. പൊട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ആനയെ ചികിത്സിക്കുന്ന സമയം ഒന്ന് ശ്രദ്ധിച്ച് ആനയെ ഡോക്ടർ നോക്കി. പെട്ടെന്ന് ആ ആനയെ ഡോക്ടർക്ക് മുന്നേ കണ്ടതായി ഓർത്തു. എന്നിട്ട് സഹായിനോട് പണ്ട് കണ്ട കഥ പറയുകയാണ് ഡോക്ടർ. ഒരു വർഷം മുമ്പ് മുതുമലയിൽ ഒരു വലിയ പിടിയാനയുടെ കാലിൽ നിന്ന് ഇതുപോലെ കുപ്പിച്ചില്ല് മാറ്റിയിരുന്നു. അപ്പോൾ ആ പിടിയാനയുടെ കൂടെ ഒരു കുഞ്ഞ് ആനക്കുട്ടി ഉണ്ടായിരുന്നു. അതാണ് ഇത് എന്ന് ഡോക്ടർ സഹായിയോട് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. കാരണം ആനകൾ എല്ലാം ഒരുപോലെയല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ? അതുപോലെ മുതുമല എന്ന് പറയുന്ന ദൂരെയുള്ള കാട്ടിൽ നിന്ന് എങ്ങനെ വരാൻ സഹായിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ നിമിഷമായിരുന്നു. അപ്പോൾ സഹായിയായ ജയമോഹൻ ഓർക്കുന്നു, ആനകൾക്ക് ചെറിയ കാര്യങ്ങൾ ഓർക്കാനും സഞ്ചരിക്കാനും കഴിയും എന്നാണ് ഓർക്കുന്നത്. മുതുമലയിൽ നിന്നാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയാണ്. കാരണം ഗ്രാമങ്ങളിലൂടെയും റോഡുകളിലൂടെയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഇത് ആലോചിച്ചിട്ട് ജയമോഹൻ അത്ഭുതം തോന്നി. എന്നിട്ട് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ കെയും സഹായിയും വീട്ടിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരുട്ടിൽ 30ഓളം ആനകൾ നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. അത് ആനകൾ ഡോക്ടർ കെയോട് നന്ദി പറഞ്ഞതാണ് എന്ന് മനസ്സിലായി. ഇത് കണ്ട് അത്ഭുതത്താൽ നിൽക്കുകയായിരുന്നു ഡോക്ടർ കെയും ലേഖകനായ ജയമോഹൻ.
ജയമോഹൻ്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഈ ഭാഗം മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും പ്രകൃതിയോടുള്ള ആദരവിൻ്റെയും ഒരു ഉജ്ജ്വലമായ ചിത്രം വരച്ചു കാട്ടുന്നു. മുതുമലയുടെ നിഗൂഢമായ പശ്ചാത്തലത്തിൽ ഡോക്ടർ കെ എന്ന മൃഗഡോക്ടറുടെ ആ ഒരു ആനകൾക്കുള്ള ഒരു വിശ്വാസമാണ് കഥയുടെ പ്രമേയമാകുന്നത്. ജയമോഹൻ്റെ ഭാഷാപരമായ വൈവിധ്യം വായനക്കാരെ കഥയിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയായി മാറുന്നു. ആന ഡോക്ടർ എന്നത് വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ കഥയാണ്. കഥ വായിച്ചു തീരുമ്പോൾ കരുണയും സഹാനുഭൂതിയും കൊണ്ട് പ്രകാശിക്കുന്ന ഡോക്ടർ കെ എന്ന കഥാപാത്രം വായനക്കാരൻ്റെ ഹൃദയം കവരുന്നുണ്ട്. മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവയുടെ വേദനയോടുള്ള അനുകമ്പയും വായനക്കാരന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആന ഡോക്ടറെ മലയാള സാഹിത്യത്തിലെ ഒരു വിലപ്പെട്ട കൃതിയായി മാറ്റപ്പെടേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഡോക്ടർ കൃഷ്ണമൂർത്തിയെ പറ്റി നോക്കാം. ആന ഡോക്ടർ എന്നറിയപ്പെട്ട ഡോക്ടർ വി കൃഷ്ണമൂർത്തി തമിഴകത്തിലെ പ്രധാന മൃഗഡോക്ടറും വനസംരക്ഷകനുമായിരുന്നു. 1923 ജനിച്ചു. മദ്രാസ് വെറ്റിനറി കോളേജിൽ നിന്ന് ബിരുദം നേടി. ആനകൾക്കായി ജീവിതം മാറ്റിവെച്ചയാളാണ് ഡോക്ടർ കെ. വന്യമൃഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം വേണമെന്ന് എഴുതിയും പോരാടിയും വിജയിച്ചു. ആനകൾക്ക് പറ്റിയ സ്ഥലം കാടുകളാണ്. എന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് 2002 ഡിസംബർ 9-നാണ് ഡോക്ടർ കെ മരണപ്പെട്ടത്. നിങ്ങൾക്കെല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഥ എന്തെങ്കിലും സംശയം കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ചാനൽ